നിങ്ങൾ ഗർഭധാരണം ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരു ചോദ്യം. ഓവുലേഷൻ എപ്പോൾ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമോ? പല ദമ്പതികളും ഇവിടെ തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാസങ്ങളോളം ശ്രമിച്ചിട്ടും ഗർഭധാരണം നടക്കാതെ പോകുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജയലേഖ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭധാരണം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള വിഷയങ്ങളിലൊന്നാണ് ഓവുലേഷൻ. എപ്പോൾ ബന്ധപ്പെടണം? ഫെർട്ടൈൽ പീരീഡ് എന്നത് എന്താണ്? ഓവുലേഷൻ ദിവസം എങ്ങനെ കണ്ടെത്താം? എല്ലാവർക്കും ഡേ 14 തന്നെയാണ് ഓവുലേഷൻ നടക്കുന്നത്. ഇങ്ങനെ ദിവസവും എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയത്തെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഓവുലേഷനെ കുറിച്ചുള്ള മിക്ക സംശയങ്ങൾക്കും നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓവുലേഷൻ എന്ന വാക്ക് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പലരും വിചാരിച്ചിരിക്കുന്നത് ഓവുലേഷൻ എന്നത് ഗർഭധാരണം നടക്കുന്ന ദിവസമാണെന്നാണ്. പക്ഷെ അത് ശരിയല്ല. നമുക്ക് വളരെ ലളിതമായി ഇതൊന്ന് മനസ്സിലാക്കി നോക്കാം. സ്ത്രീയുടെ ശരീരത്തിൽ 2 അണ്ഡാശയങ്ങൾ, അതായത് ഓവറുകൾ 2 എണ്ണമാണ് ഉള്ളത്. ഈ അണ്ഡാശയങ്ങളുടെ പ്രധാന ജോലി ഓരോ മാസവും ഒരു അണ്ഡത്തെ വളർത്തുക, അതായത് ഒരു ഓവത്തെ വളർത്തുക എന്നതാണ്. ഓരോ മാസവും നിരവധി ചെറിയ അണ്ഡങ്ങൾ വളരാൻ തുടങ്ങും. അവയിൽ സാധാരണയായി ഒരു അണ്ഡം മാത്രമാണ് പൂർണ്ണ വളർച്ച എത്തുന്നത്. ആ പൂർണ്ണ വളർച്ച എത്തിയ അണ്ഡം അണ്ഡാശയത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു മരത്തിൽ ധാരാളം പൂമൊട്ടുകൾ വരും. പക്ഷെ എല്ലാ പൂമൊട്ടുകളും ഒരുപോലെ വിരിയാറില്ല. ഒരു പൂ മാത്രം പൂർണ്ണമായിട്ട് എങ്ങനെയാണോ വിരിയുന്നത് അതുപോലാണ് സ്ത്രീയുടെ ശരീരത്തിൽ ഒരു അണ്ഡം മാത്രമാണ് പൂർണ്ണ വളർച്ച എത്തിയിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ പ്രക്രിയയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഓവുലേഷൻ നടന്നാൽ മാത്രം ഗർഭധാരണം ഉണ്ടാകില്ല. അണ്ഡം പുറത്തു വരുന്ന സമയത്ത്, അതായത് ആ ഓവം പുറത്തു വരുന്ന സമയത്ത് ആരോഗ്യമുള്ള ബീജം, അതായത് മെയിൽ സ്പേം, അതുമായി ചേരുമ്പോഴാണ് ഗർഭധാരണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഓവുലേഷൻ അറിയുന്നത് പ്രഗ്നൻസി പ്ലാനിങ്ങിൽ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ശരി ഡോക്ടർ, ഓവുലേഷൻ എന്താണെന്ന് മനസ്സിലായി. പക്ഷെ ഇത് എപ്പോഴാണ് നടക്കുന്നത്? അതാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റുപറ്റുന്നത്. പലരും പറയാറുണ്ട്, എനിക്ക് 28 ദിവസത്തെ സൈക്കിളാണ്, അതുകൊണ്ട് ഡേ 14 ആണ് എൻ്റെ ഓവുലേഷൻ എന്ന്. പക്ഷെ ഇത് എല്ലാവർക്കും ശരിയാകണമെന്നില്ല. 28 ദിവസത്തെ സൈക്കിളുള്ള സ്ത്രീകളിൽ സാധാരണ അടുത്ത പീരീഡ് വരുന്നതിന് ഏകദേശം 14 ദിവസം മുമ്പാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡ് എന്നാണോ വരുന്നത് അതിന് മുമ്പോട്ടുള്ള 14 ദിവസം. പക്ഷെ എല്ലാവർക്കും 28 ദിവസത്തെ സൈക്കിൾ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് 26 ദിവസം, ചിലർക്ക് 30 ദിവസം, ചിലർക്ക് 32 ദിവസം. അപ്പോൾ ഓവുലേഷൻ ദിവസവും മാറും. അതുകൊണ്ട് ഡേ 14 എന്നത് എല്ലാവർക്കും ബാധകമായ ഒരു നിയമമല്ല. ഇനി മറ്റൊരു പ്രധാന കാര്യം, പീരീഡ് റെഗുലർ ആണെന്ന് പറഞ്ഞാൽ മാത്രം ഓവുലേഷൻ എല്ലാ മാസവും കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാനാവില്ല. സ്ട്രെസ്, ഉറക്കക്കുറവ്, PCOS, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഹോർമോൺ വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഓവുലേഷനെ ബാധിക്കാം. അതുകൊണ്ട് കലണ്ടർ മാത്രം നോക്കി ഓവുലേഷൻ കണക്കാക്കുന്നതിനേക്കാൾ ശരീരം നൽകുന്ന സൂചനകളും മനസ്സിലാക്കാൻ പഠിക്കണം. ഇപ്പോൾ നമുക്ക് ഓവുലേഷൻ എന്താണെന്നും അത് എപ്പോഴാണ് നടക്കുന്നതെന്നും മനസ്സിലായി. പക്ഷെ ഇവിടെ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. ഡോക്ടർ, ഓവുലേഷൻ ദിവസം മാത്രം ബന്ധപ്പെട്ടാൽ മതിയോ? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അല്ല എന്ന് തന്നെയാണ്. കാരണം ഗർഭധാരണം നടക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഒരു ദിവസം മാത്രമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെർട്ടൈൽ വിൻഡോ എന്ന കാര്യമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു വിത്ത് നട്ടാൽ മാത്രം ചെടി വളരില്ല. അതിന് അനുയോജ്യമായ മണ്ണും സമയവും വേണം. അതുപോലെ ഗർഭധാരണത്തിനും ശരിയായ സമയം വളരെ പ്രധാനമാണ്. സ്ത്രീയുടെ അണ്ഡം പുറത്തു വന്നതിന് ശേഷം ഏകദേശം 12 മുതൽ 24 മണിക്കൂർ മാത്രമേ അത് ജീവനോടെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പുരുഷന്റെ ബീജം സ്ത്രീയുടെ ശരീരത്തിൽ 3 മുതൽ 5 ദിവസം വരെ ജീവിച്ചിരിക്കാം. അതുകൊണ്ടാണ് ഓവുലേഷൻ ദിവസം മാത്രം കാത്തിരിക്കേണ്ട ആവശ്യമില്ലാത്തത്. ഓവുലേഷന് മുമ്പ് തന്നെ ബീജം ശരീരത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ
അണ്ഡം പുറത്തു വരുമ്പോൾ അത് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഓവുലേഷന് മുമ്പുള്ള 5 ദിവസവും ഓവുലേഷൻ ദിവസവും ചേർന്ന കാലഘട്ടത്തെ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയുന്നത്. ഇതാണ് ഗർഭധാരണ സാധ്യത ഏറ്റവും കൂടുതലുള്ള ദിവസങ്ങൾ. ഇനി അടുത്ത ചോദ്യം, ഡോക്ടർ, എനിക്ക് ഫെർട്ടൈൽ പീരീഡ് എങ്ങനെ മനസ്സിലാക്കാം? ഒരൊറ്റ മാർഗമല്ല അതിനുള്ളത്, പല മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് പീരീഡ് കലണ്ടർ. പീരീഡ് സ്ഥിരമായി വരുന്നവരാണെങ്കിൽ കലണ്ടർ ഒരു ഏകദേശ ധാരണ നൽകും. പക്ഷെ കലണ്ടർ മാത്രം ആശ്രയിക്കുന്നത് ശരിയല്ല. കാരണം സ്ട്രെസ്, ഉറക്കക്കുറവ്, യാത്ര, രോഗങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും ഓവുലേഷൻ മാറാം. 2. സെർവിക്കൽ മ്യൂക്കസ്. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. ഓവുലേഷൻ അടുത്ത് വരുമ്പോൾ യോനിയിൽ നിന്ന് വരുന്ന സ്രവം മാറി തുടങ്ങും. സാധാരണ ദിവസങ്ങളിലേക്കാൾ അത് തെളിഞ്ഞതും വഴുവഴുപ്പുള്ളതും മുട്ടയുടെ വെള്ള പോലെയും ആയിരിക്കും. ഇത് ശരീരം തന്നെ നമുക്ക് നൽകുന്ന ഒരു സാധാരണ സൂചനയാണ്. മൂന്നാമത്തേത് ഓവുലേഷൻ കിറ്റ്. ഇന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ ലഭിക്കുന്ന ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ചും ഫെർട്ടൈൽ പീരീഡ് കണ്ടെത്താം. മൂത്രത്തിൽ വരുന്ന LH ഹോർമോൺ വർദ്ധിക്കുന്നത് കണ്ടെത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പോസിറ്റീവ് റിസൾട്ട് വന്നാൽ അടുത്ത 24 മുതൽ 38 മണിക്കൂറിനുള്ളിൽ ഓവുലേഷൻ നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സഹായകരമാണെങ്കിലും എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളിലും 100% കൃത്യമാകണമെന്നില്ല. നാലാമത്തേത് സ്കാൻ മോണിറ്ററിംഗ്. ഗർഭധാരണം വൈകുന്നവരിൽ ഏറ്റവും കൃത്യമായി ഓവുലേഷൻ മനസ്സിലാക്കാൻ അൾട്രാസൗണ്ട് ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യാറുണ്ട്. അണ്ഡം എത്ര വളർന്നു, എപ്പോൾ പുറത്തു വരുമെന്നൊക്കെ ഡോക്ടർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇനി ഒരു പ്രധാന തെറ്റിദ്ധാരണ ഓവുലേഷൻ ദിവസം മാത്രം ബന്ധപ്പെടണം എന്നതാണ്. ഇത് ശരിയല്ല. ഓവുലേഷൻ ഏത് മണിക്കൂറിൽ നടക്കുമെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് ഫെർട്ടൈൽ വിൻഡോയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു ദിവസം ഇടവിട്ടായിട്ട് ദാമ്പത്യബന്ധം പുലർത്തുന്നതാണ് സാധാരണയായി കൂടുതൽ പ്രായോഗികമായ നിർദ്ദേശം. ഇത് അനാവശ്യ സമ്മർദ്ദവും കുറയ്ക്കും. മറ്റൊരു പ്രധാന കാര്യം, ഗർഭധാരണം എന്നത് ഓവുലേഷൻ മാത്രം നോക്കിയാൽ മതിയാകുന്ന കാര്യമല്ല. സ്ത്രീയുടെ ആരോഗ്യം, പുരുഷന്റെ ആരോഗ്യം, ഉറക്കം, ഭക്ഷണം, മാനസിക സമ്മർദ്ദം, വ്യായാമം ഇതെല്ലാം ഒരുപോലെ പ്രധാനമാണ്. പല ദമ്പതികളും ഓവുലേഷൻ മാത്രം ശ്രദ്ധിച്ച് ബാക്കി കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. അതൊരു തെറ്റാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മനസ്സിലാക്കി. ഓവുലേഷൻ എന്താണ്, ഫെർട്ടൈൽ വിൻഡോ എന്താണ്, ഫെർട്ടൈൽ പീരീഡ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഗർഭധാരണം പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഇതുകൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല. ഓവുലേഷൻ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? PCOS ഉള്ളവർക്ക് ഓവുലേഷൻ ഉണ്ടാകുമോ? ഓവുലേഷൻ മെച്ചപ്പെടുത്താൻ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ഇതെല്ലാം അടുത്ത വീഡിയോയിൽ വളരെ വിശദമായി നമുക്ക് സംസാരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗർഭധാരണം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള പ്രഗ്നൻസി പ്ലാനിംഗ്, ഓവുലേഷൻ, ഫെർട്ടിലിറ്റി, ഗർഭസംസ്കാരം, ആയുർവേദം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയവും പ്രായോഗികമായുള്ള വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. ഞാൻ ഡോക്ടർ ജയലേഖ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.